സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പ്രക്രിയയെക്കുറിച്ചാണ്. SIR, അതായത് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അതെ. ഇതിനെപ്പറ്റി കുറച്ച് വിശദീകരണങ്ങളും ചില ലേഖനങ്ങളുമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ വിവരങ്ങളിലൂടെ ഒന്ന് ആഴത്തിൽ പോയി നോക്കാൻ പോവാണ്. എന്താണിതിലെ പ്രധാന കാര്യങ്ങൾ, നമ്മളെങ്ങനെ ഇതിൽ ശ്രദ്ധിക്കണം, ശരിയാണ്, ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വെറുമൊരു നടപടിക്രമമല്ല, അല്ലേ? നമ്മുടെ അവകാശങ്ങളെയും ചിലപ്പോൾ അതിനപ്പുറവും ബാധിച്ചേക്കാം. തീർച്ചയായും. നമുക്ക് കിട്ടിയ ഒരു ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനെ പേടിയോടെ കാണേണ്ട ഒന്നല്ല, പക്ഷേ ഒരു പൗരന്റെ ഉത്തരവാദിത്തത്തോടെ കാണണം. കാരണം ഇത് വോട്ടവകാശം മാത്രമല്ല. ആ രേഖ പറയുന്നത് പോലെ ചിലപ്പോൾ ഭാവിയിൽ പൗരത്വം പോലുള്ള വിഷയങ്ങളെ വരെ ഒരു പക്ഷേ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു വാദമുണ്ട്. ഹോ, അപ്പോൾ അത് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണിത് തുടങ്ങുന്നത്, ഈ SIR പ്രക്രിയ? നമ്മളെവിടെയാണിതിൽ ഭാഗമാകുന്നത്? ഇതിന്റെ പ്രധാന ഘട്ടം തുടങ്ങുന്നത് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള ഒരു മാസമാണ്. ആ സമയത്ത് ഒരു മാസം. അതെ, ആ സമയത്ത് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസർ, അതായത് BLO, വീട്ടിലേക്ക് വരും. നേരിട്ട് വീട്ടിൽ വരും? അതെ, നേരിട്ട് വീട്ടിൽ വരും. അവരുടെ കയ്യിൽ 2 ചെറിയ ഫോമുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ ആദ്യം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, വീട്ടിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മളെന്തെങ്കിലും റെഡിയാക്കി വെക്കണോ? ഫോട്ടോയുടെ കാര്യമൊക്കെ എവിടെയോ കണ്ടു. അതൊരു നല്ല കാര്യമാണ്, മുൻകരുതൽ എന്ന നിലയ്ക്ക്. കാരണം ആ ഫോമില് പുതിയ ഫോട്ടോ ഒട്ടിക്കാൻ സ്ഥലമുണ്ട്. അപ്പോ ഏറ്റവും പുതിയ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ വെക്കുന്നത് ഒരു എളുപ്പത്തിന് നല്ലതാണ്. BLO വരുമ്പോ പിന്നെ തപ്പി നടക്കണ്ടല്ലോ. ശരി ശരി. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട വേറൊരു തയ്യാറെടുപ്പുണ്ട്. അതെന്താണ്? ഈ മുഴുവൻ പ്രോസസ്സിന്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് 2002 വോട്ടർ പട്ടികയാണ്. 2002? അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2002 ആ പഴയ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ പേരോ ഉണ്ടോന്ന് നോക്കണം. 2002 ലിസ്റ്റ്? അത് ഏകദേശം 20 വർഷം മുൻപത്തെ ലിസ്റ്റല്ലേ? എന്താ ആ വർഷത്തിന് ഇത്ര പ്രത്യേകത? അതൊരു നല്ല ചോദ്യമാണ്. കിട്ടിയ രേഖകളിൽ അതിന്റെ കാരണം വ്യക്തമായിട്ടില്ല. പക്ഷേ സാധാരണ ഇങ്ങനെ വലിയ ഒരു പുനഃപരിശോധന വരുമ്പോൾ ഒരു ബേസ് ഇയർ വെക്കാറുണ്ട്. ചിലപ്പോ 2002 നടന്ന ദേശീയ തലത്തിലുള്ള എന്തെങ്കിലും കണക്കെടുപ്പോ അല്ലെങ്കിൽ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമോ അതിന്റെ ഭാഗമായിട്ടാവാം. എന്തായാലും ഈ SIRന്റെ ഒരു ലീഗൽ ബേസിസ് ആ ലിസ്റ്റാണ്. BLO തിരഞ്ഞ ആ പുതിയ ഫോം പൂരിപ്പിക്കാൻ ആ പഴയ ലിസ്റ്റിലെ ചില വിവരങ്ങൾ വേണം. അവിടുത്തെ പോളിംഗ് സ്റ്റേഷൻ നമ്പർ, സീരിയൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് അത് നേരത്തെ അറിഞ്ഞാൽ എളുപ്പമായി. നമുക്ക് കിട്ടിയൊരു ഡോക്യുമെന്റിലെ 10 സ്റ്റെപ്പുകളിൽ ആദ്യത്തതും ഇതുതന്നെയാണ്. ഓക്കെ, അപ്പോൾ 2002 ലിസ്റ്റ് നോക്കി BLO വന്നു, ഫോട്ടോ കയ്യിലുണ്ട്, ഫോം പൂരിപ്പിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയാമോ? നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ വോട്ടർ ID വെച്ച് ഇത് എളുപ്പമാവോ? തീർച്ചയായും. ഇപ്പോഴത്തെ വോട്ടർ ID കാർഡിലെ വിവരങ്ങൾ വെച്ച് പുതിയ ഫോം പൂരിപ്പിക്കാം. പേര്, വയസ്സ്, അഡ്രസ്സ്, അതൊക്കെ. ശരി. അത് അത്യാവശ്യം സിമ്പിൾ ഫോമാണ്. നമ്മൾ വിവരങ്ങൾ കൊടുത്ത് പൂരിപ്പിച്ചു കഴിയുമ്പോൾ BLO അതിൽ സൈൻ ചെയ്ത് ആ 2 ഫോമിൽ ഒരെണ്ണം നമുക്ക് രസീത് പോലെ തരും. ആ രസീത് സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഒരു നോട്ട് കണ്ടു. എന്തിനാണത്? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ രസീത് ഒരു കാരണവശാലും കളയരുത്. കാരണം പിന്നീട് ഈ കരട് പട്ടികയോ ഫൈനൽ ലിസ്റ്റോ വരുമ്പോ നമ്മുടെ പേര് അറിയാതെ വിട്ടുപോവുകയോ എന്തെങ്കിലും തെറ്റുപറ്റുകയോ ചെയ്താൽ അപ്പീല് കൊടുക്കാനും പരാതിപ്പെടാനുമൊക്കെ ഈ രസീത് ഒരു തെളിവാണ്, ഞാൻ ഫോം തന്നതാണ് എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമായും സൂക്ഷിക്കണം. ഇനിയിപ്പോ ചിലർക്ക് അവരുടെ BLO ആരാണെന്നോ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്നൊന്നും അറിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ? നല്ല ചോദ്യം. BLOയെ കണ്ടെത്താൻ വഴിയുണ്ട്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ താലൂക്ക് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ ഇലക്ഷൻ സെക്ഷൻ ഉണ്ട്. അവിടെ ചോദിച്ചാൽ മതി. അവിടെ ചോദിച്ചാൽ BLOയുടെ പേരും ഫോൺ നമ്പറും കിട്ടും. ഫോം പൂരിപ്പിക്കുന്നതിലോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ സംശയമുണ്ടെങ്കിൽ BLOയോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ശരി. പിന്നെ ഈ SIRന്റെ ഭാഗമായിട്ടല്ലെങ്കിലും സാധാരണ ചെയ്യുന്ന പോലെ പുതിയ വോട്ടർമാർക്ക് പേര് ചേർക്കാനും, അതായത് ഫോം 6 വെച്ച്. 18 വയസ്സായവർക്ക്? അതെ, അതുപോലെ നിലവിലുള്ള കാർഡിലെ തെറ്റുകൾ തിരുത്താൻ,
പേര്, അഡ്രസ്സ്, ഫോട്ടോ ഇതൊക്കെ മാറ്റാൻ ഫോം 8. അതും ഈ സമയത്ത് BLO വഴി കൊടുക്കാം. സമയപരിധിക്കുള്ളിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ SIR ഫോം കൊടുക്കുന്നതിനൊപ്പം അതും ചെയ്യാം. വേണമെങ്കിൽ അതും ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് കൊടുത്താലും മതി. ശരി. നമ്മളിതുവരെ പറഞ്ഞത് 2002 ലിസ്റ്റിൽ പേരുള്ളവരുടെ കാര്യമാണ്. പക്ഷേ സ്വാഭാവികമായും ഒരുപാട് പേര് ആ ലിസ്റ്റിൽ കാണില്ലല്ലോ. 2002 ശേഷം പ്രായപൂർത്തിയായവർ, അന്ന് വിട്ടുപോയവർ, അവരുടെ കാര്യമെന്താ? അവിടെയല്ലേ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടത്? അതെ, അവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്. 2002 ലിസ്റ്റിൽ സ്വന്തം പേരില്ലാത്തവർ അവരെന്ത് ചെയ്യണം? അവർ ആ ലിസ്റ്റിൽ പേരുള്ള അവരുടെ അടുത്ത ബന്ധുവിന്റെ വിവരം കൊടുക്കണം. അടുത്ത ബന്ധു എന്ന് പറഞ്ഞാല്? സാധാരണയായി ആദ്യം അച്ഛന്റെ വിവരമാണ് നോക്കുക. ഫോമിൽ അതിനൊരു കോളമുണ്ടാവും. അച്ഛന്റെ പേര്, അദ്ദേഹത്തിന്റെ 2002 ലിസ്റ്റിലെ പോളിംഗ് സ്റ്റേഷൻ, സീരിയൽ നമ്പർ, അതൊക്കെ. ഇനി അച്ഛന്റെ പേര് കിട്ടിയില്ലെങ്കിൽ അമ്മയുടെ വിവരം കൊടുക്കാം. അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ മാത്രം ഒരു അടുത്ത രക്തബന്ധു, സഹോദരനോ സഹോദരിയോ ആരെങ്കിലും, അവരുടെ 2002 വിവരം കൊടുക്കണം. അപ്പോ ആരുടെ വിവരം കൊടുക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം അല്ലേ? അതെ, വളരെ ശരിയാണ്. BLO വരുന്നതിന് മുൻപ് തന്നെ 2002 ലിസ്റ്റ് ഒന്ന് സംഘടിപ്പിച്ച് അച്ഛന്റെയോ അമ്മയുടെയോ വിവരം അതിലുണ്ടോ, അതാണോ എളുപ്പമെന്ന് നോക്കിവെക്കണം. ആ വിവരം, സ്റ്റേഷൻ നമ്പർ, സീരിയൽ നമ്പർ ഒക്കെ ഒന്ന് കുറിച്ചു വെച്ചാൽ BLO വരുമ്പോൾ എളുപ്പമായി, കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇനി വേറൊരു സാധാരണ കേസ്. 2002 ശേഷം കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടുത്തെ ലിസ്റ്റിൽ പേര് ചേർത്ത സ്ത്രീകൾ. അവരെങ്ങനെയാ? അവരിപ്പോ താമസിക്കുന്ന സ്ഥലത്തല്ലേ വോട്ടുള്ളത്? അപ്പോ ഭർത്താവിന്റെ 2002 വിവരാണോ കൊടുക്കേണ്ടത്, അതോ സ്വന്തം വീട്ടിലെയാണോ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നമുക്ക് കിട്ടിയ ഒരു രേഖയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ളവര്, അതായത് 2002 ലിസ്റ്റിലെ പേരുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞ് പുതിയ അഡ്രസ്സിൽ വോട്ട് ചെയ്യുന്ന സ്ത്രീകള്, അവരവരുടെ സ്വന്തം അച്ഛന്റെയോ അമ്മയുടെയോ 2002 ലിസ്റ്റിലെ വിവരമാണ് കൊടുക്കേണ്ടത്. സ്വന്തം അച്ഛനമ്മമാരുടെ പഴയ സ്ഥലത്ത്? അതെ, കല്യാണത്തിന് മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത്. അവിടുത്തെ അച്ഛന്റെയോ അമ്മയുടെയോ 2002 പോളിംഗ് സ്റ്റേഷനും സീരിയൽ നമ്പറുമാണ് കണ്ടെത്തേണ്ടത്. ഹോ, അത് കുറച്ച് പണിയാണല്ലോ. പഴയ സ്ഥലത്തെ ലിസ്റ്റൊക്കെ തപ്പിയെടുക്കണ്ടേ? അതെ, കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. പഴയ സ്ഥലത്ത് വിളിച്ച് ചോദിക്കുകയോ മറ്റോ ചെയ്ത് ആ വിവരം കണ്ടെത്തണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി രേഖകൾ, സർട്ടിഫിക്കറ്റുകളൊക്കെ എപ്പോഴാ കാണിക്കേണ്ടത്? ഫോം കൊടുക്കുമ്പോൾ തന്നെ വേണോ? ഒറിജിനൽ വേണോ? കോപ്പി മതിയോ? ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് സാധാരണയായിട്ട് രേഖകളൊന്നും കൊടുക്കേണ്ടി വരില്ല. ഓക്കെ. BLO വിവരങ്ങൾ എഴുതിയെടുക്കുകയുള്ളൂ. പക്ഷേ പിന്നീട് BLO ആവശ്യപ്പെട്ടാൽ ചില രേഖകൾ കാണിക്കേണ്ടി വരും. ഒരു പ്രധാന കാര്യം, നമുക്ക് കിട്ടിയ ഒരു നോട്ട് അനുസരിച്ച് 2002 ലിസ്റ്റിൽ പേരുള്ളവരും അവരുടെ മക്കളും, അതായത് അച്ഛന്റെയോ അമ്മയുടെയോ 2002 ലിസ്റ്റിലെ വിവരം കൊടുക്കാൻ പറ്റുന്നവർ, അവർ മിക്കവാറും വേറെ രേഖകളൊന്നും കാണിക്കേണ്ടി വരില്ല എന്നാണ് സൂചന. അത് നന്നായി. അപ്പൊ പിന്നെ ആരാണ് രേഖകൾ കാണിക്കേണ്ടി വരിക? പ്രധാനമായും ഈ 2002 ലിസ്റ്റിൽ സ്വന്തം പേരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അച്ഛന്റെയോ അമ്മയുടെയോ പേരോ കണ്ടെത്താൻ പറ്റാത്തവർ, അവരും പിന്നെ ചില പ്രത്യേക കാറ്റഗറിക്കാരും, അവരാണ് രേഖകൾ കാണിക്കാൻ സാധ്യത കൂടുതൽ. എന്തുതരം രേഖകൾ? സാധാരണ ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, കോളേജ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ BLO ചോദിക്കുമ്പോൾ കാണിക്കേണ്ടി വരും. ആധാർ മാത്രം പോരെ? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു രേഖയിൽ പറയുന്നത് ആധാറിനെ എല്ലാ കേസിലും ജനന തീയതി തെളിയിക്കാനുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കണക്കാക്കണമെന്നില്ല എന്നാണ്. അതുകൊണ്ട് ജനന തീയതി തെളിയിക്കാൻ വേറെ രേഖകൾ, പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റോ SSLC ബുക്കോ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. ഒറിജിനൽ തന്നെ കാണിക്കണോ? സാധാരണ BLO ആവശ്യപ്പെടുമ്പോൾ ഒറിജിനൽ കാണിക്കാനാണ് പറയുക. അവർക്ക് കോപ്പി വേണമെങ്കിൽ അത് പിന്നെ കൊടുത്താൽ മതിയാവും. ശരി. ഇനി പ്രായം കുറഞ്ഞവരുടെ കാര്യത്തില്, അതായത് ഈ അടുത്ത കാലത്ത് വോട്ടറായവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ടോ? 2004 ശേഷം ജനിച്ചവർക്ക് വല്ലതും? ഉണ്ട്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. 2004 ജനുവരി 1 ആ ഡേറ്റിനോ അതിനുശേഷമോ ജനിച്ച വോട്ടർമാര് അവരവരുടെ സ്വന്തം ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ, സാധാരണയായി ജനന സർട്ടിഫിക്കറ്റ്, അത് കാണിക്കണം. അതിനു പുറമെ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ജനനതീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി കാണിക്കണം. അപ്പോ
2 സെറ്റ് രേഖകൾ വേണം. അതെ, സ്വന്തം ജനനം തെളിയിക്കണം, പ്ലസ് അച്ഛന്റെയോ അമ്മയുടെയോ ജനനം കൂടി തെളിയിക്കണം. ഇത് കുറച്ച് പുതിയൊരു നിബന്ധനയാണ്. ഓക്കെ. ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റിനാണ് കൂടുതൽ പ്രാധാന്യം. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം SSLC, പാസ്പോർട്ട് ഒക്കെ നോക്കും. പേരൻസിന്റെ ബർത്ത് പ്ലേസ് തെളിയിക്കാൻ അവരുടെ ജനന സർട്ടിഫിക്കറ്റോ സ്കൂൾ രേഖയോ പാസ്പോർട്ടോ മതിയാവും. ഇത് കുറച്ചധികം പേപ്പർ വർക്ക് ആണല്ലോ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ളവർക്ക്. ഇനി ഫസ്റ്റ് ടൈം വോട്ടർമാർ, ഈ വർഷം 18 വയസ്സായി ആദ്യമായിട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പോകുന്നവർ, അവരും ഈ SIR ഫോം പൂരിപ്പിക്കണോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതെ, അവരും ഈ പ്രധാന SIR ഫോം, അതായത് BLO വീട്ടിൽ കൊണ്ടുവരുന്നത്, അത് നിർബന്ധമായും പൂരിപ്പിച്ചു കൊടുക്കണം. അതിനു പുറമെ അവര് പുതിയ വോട്ടറായി പേര് ചേർക്കാനുള്ള ഫോം 6, അതും BLOയോട് ചോദിച്ചു വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ 2 ഫോം കൊടുക്കണം. അതെ, ഫസ്റ്റ് ടൈം വോട്ടർമാർ 2 ഫോം കൊടുക്കണം. ഇത് മറക്കരുത്. SIR ഫോം നിലവിലുള്ളതും പഴയതുമായ വിവരം ഉറപ്പിക്കാനാണ്. ഫോം 6 പുതിയതായി പേര് ചേർക്കാനും. അപ്പോ ഭാവിയിലെ ലിസ്റ്റിൽ പേര് വരണമെങ്കിൽ ഇത് രണ്ടും വേണം. ഓക്കെ. ഇവർക്കും നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ജനനരേഖയും ബർത്ത് സർട്ടിഫിക്കറ്റ്, SLC, പേരൻസിന്റെ ജനനരേഖയും പിന്നീട് കാണിക്കേണ്ടി വരും. ശരി. ഇനി വേറൊരു സാധാരണ പ്രശ്നം, മരിച്ചുപോയവരുടെ പേരുകൾ ലിസ്റ്റിൽ കാണാറുണ്ട്. അത് നീക്കാൻ ഈ സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. അതിനും BLOയുടെ കയ്യിലൊരു ഫോം ഉണ്ട്. ഫോം 7 എന്നാണ് അതിന്റെ പേര്. വീട്ടുകാർക്ക് ആ ഫോം വാങ്ങി പൂരിപ്പിച്ച് മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും വെച്ചു കൊടുത്താൽ മരിച്ചുപോയ ആളുടെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയെടുക്കും. അതുപോലെ ഇപ്പോഴത്തെ കാർഡിലോ ലിസ്റ്റിലോ ഉള്ള തെറ്റുകൾ, പേര്, വീട്ടുപേര്, അഡ്രസ്സൊക്കെ, അക്ഷരത്തെറ്റ്, ഫോട്ടോ മാറിയത്, അതൊക്കെ തിരുത്താൻ പറ്റുമോ? തീർച്ചയായും. അതിനുള്ള ഫോം 8 BLOയുടെ കയ്യിലുണ്ടാവും. നിലവിലെ വിവരങ്ങളിൽ എന്ത് തിരുത്തൽ വേണമെങ്കിലും ആ ഫോം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം. എന്താ? ഈ തിരുത്തലിനാവശ്യമായ രേഖ, അതായത് പേര് മാറ്റിയെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ, അഡ്രസ് മാറിയെങ്കിൽ പുതിയ റേഷൻ കാർഡ്, ആധാർ, ഇതൊക്കെ പിന്നീടൊരു ഹിയറിംഗ് ഉണ്ടാവും. ആ സമയത്ത് ഹാജരാക്കണം. ഓക്കെ, അപ്പോഴേ അത് മാറൂ. അതെ, അപ്പോഴേ അത് അപ്ഡേറ്റ് ആവുള്ളൂ. ശരി. അപ്പോൾ നമ്മൾ ഫോം കൊടുത്തു, വേണ്ട രേഖകൾ ചിലപ്പോൾ കാണിച്ചു, BLO പോയി. അത് കഴിഞ്ഞെന്താണ് അടുത്ത സ്റ്റെപ്പ്? ഈ കൊടുത്ത വിവരങ്ങൾ എന്തു ചെയ്യും? നമ്മൾ കൊടുത്ത ഈ അപേക്ഷകളും ഫോമുകളുമൊക്കെ BLOമാര് അവരുടെ മേലധികാരിയായ ERO, അതായത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് കൈമാറും. സാധാരണ തഹസിൽദാർ റാങ്കിലുള്ള ഓഫീസറാണ്. EOയുടെ ഓഫീസിൽ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യും, ഡാറ്റാബേസിലേക്ക് മാറ്റും. അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത് ഡ്യൂപ്ലിക്കേഷൻ ചെക്കിംഗ് ആണ്. ഇരട്ടിപ്പൊഴിവാക്കാൻ. അതെ, ഒരാൾക്ക് തന്നെ പലയിടത്ത് വോട്ടുണ്ടോ, ഒരേ വീട്ടിൽ തന്നെ മാറി മാറി പേര് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. വിവരങ്ങൾ കറക്റ്റാണോ എന്ന് നോക്കും. ഒരു ഡിജിറ്റൽ വെരിഫിക്കേഷൻ. ഈ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നമുക്കിതിന്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുക? ഈ ഡാറ്റ എൻട്രിയും വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു കരട് വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് റോള് പബ്ലിഷ് ചെയ്യും. ഡ്രാഫ്റ്റ് റോൾ? അതെ, നമുക്ക് കിട്ടിയൊരു രേഖ പറയുന്നത് ഡിസംബർ 9 വരുമെന്നാണ്. പക്ഷേ ഡേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. ശരി. ഈ കരട് പട്ടിക നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലും താലൂക്ക് വില്ലേജ് ഓഫീസിലും പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും ഉണ്ടാവും. നമുക്ക് പോയി നോക്കാം. ഈ കരട് പട്ടിക നോക്കുന്നത് നിർബന്ധമാണോ? അതേ, നിർബന്ധമായും നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ ഫോം കൊടുത്തു എന്ന് വെച്ച് പേര് ഉറപ്പായും വരുമെന്ന് അങ്ങനെ ഗ്യാരണ്ടിയില്ല. ചിലപ്പോ ഡേറ്റ എൻട്രിയിൽ മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ EROയുടെ വെരിഫിക്കേഷനിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അപേക്ഷ തള്ളിയിട്ടുണ്ടാവാം. ശരിയാണ്. അതുകൊണ്ട് കരട് പട്ടിക വരുമ്പോ നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോട്ടോ, ബാക്കി വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് അതിലുണ്ടോ എന്ന് ഉറപ്പാക്കണം. വീട്ടിലെ ബാക്കിയുള്ളവരുടെയും നോക്കണം. അപ്പോ എന്തു ചെയ്യും? അവിടെയാണ് അടുത്ത ചാൻസ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൽ പരാതികളും ആക്ഷേപങ്ങളും കൊടുക്കാൻ കുറച്ച് സമയം തരും. സാധാരണ കുറച്ച് ആഴ്ചകളുണ്ടാവും. പേര് വിട്ടുപോയെങ്കിൽ ഫോം 6 വെച്ച് വീണ്ടും അപേക്ഷിക്കാം. വിവരങ്ങൾ തെറ്റാണെങ്കിൽ ഫോം 8 വെച്ച് തിരുത്താനും അപേക്ഷിക്കാം. ഇനി അനർഹരായ ആരെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെന്ന് തോന്നിയാൽ അതിനെതിരെ ഫോം 7 വെച്ച് പരാതിയും കൊടുക്കാം. ഈ പരാതി കൊടുക്കുമ്പോൾ അതിനുള്ള കാരണം അല്ലെങ്കിൽ തെളിവ് കൂടി കൊടുക്കണം. വെറുതെ പറഞ്ഞാ പോരാ. ശരി. ഈ പരാതി കൊടുത്താൽ
ഈ പരാതികളിലൊക്കെ ERO അന്വേഷണം നടത്തും. ചില കേസുകളിൽ ആവശ്യമെങ്കിൽ പരാതിക്കാരനെയും എതിർകക്ഷിയെയും ഒക്കെ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കും, ഒരു ഹിയറിങ്ങിന്. ഹിയറിംഗ് നേരിട്ട് കേൾക്കാനോ? അതെ, നേരിട്ട് കേൾക്കാൻ, നമ്മുടെ ഭാഗം പറയാനും രേഖകൾ കാണിക്കാനും ഒക്കെ അവസരം കിട്ടും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ BLO തന്ന രസീത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഫോം കൊടുത്തതിന്റെ തെളിവായിട്ട്? അതെ, ഹിയറിംഗിൽ നമ്മുടെ വാദം കേട്ട് രേഖകൾ പരിശോധിച്ച് ERO ഒരു തീരുമാനമെടുക്കും. ഈ ഹിയറിംഗും പരിശോധനയുമെല്ലാം കഴിഞ്ഞാൽ പിന്നെ? എല്ലാ പരാതികളും തീർപ്പാക്കി വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഹിയറിംഗും കഴിഞ്ഞു. അവസാനം ഇലക്ഷൻ കമ്മീഷൻ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഫൈനൽ ലിസ്റ്റ്? അതെ, അന്തിമ വോട്ടർ പട്ടിക. സാധാരണയായി ജാനുവരി ആദ്യവാരമൊക്കെ ആവുമ്പോഴേക്കും ഇത് വരും. ഡേറ്റിൽ മാറ്റം വരാം. ഈ ഫൈനൽ ലിസ്റ്റാണ് പിന്നെ വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ഡോക്യുമെന്റ്. ഈ ഫൈനൽ ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നോ? അതിലൊരു തെറ്റ് കണ്ടാൽ പിന്നെ ഒന്നും പറ്റില്ലേ? അങ്ങനെയല്ല, നിയമപരമായി വഴിയുണ്ട്. ഫൈനൽ ലിസ്റ്റ് വന്ന ശേഷവും അതിൽ തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ പേര് ചേർക്കാത്തതിൽ പരാതിയുണ്ടെങ്കിലോ റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ട് അനുസരിച്ച് EROക്കോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കോ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അപ്പീൽ കൊടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ലത് ഈ കരട് പട്ടിക വരുന്ന സ്റ്റേജിൽ തന്നെ എല്ലാം ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്യുന്നതാണ്. അവസാന നിമിഷത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരി. നമ്മളിപ്പോ ഈ SIR പ്രക്രിയയുടെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ അത്യാവശ്യം വിശദമായി പറഞ്ഞു. ഒരുപാട് വിവരങ്ങളുണ്ട് ഇതിൽ. ഇതിൽ നിന്ന് നമ്മൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറയാമോ? തീർച്ചയായും. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു 5 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ശരി. 1. 2002 ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതാണ് ആദ്യത്തെ പണി. നിങ്ങളുടെയോ അച്ഛന്റെയോ അമ്മയുടെയോ പേരുണ്ടോന്ന് നോക്കുക. ആ സ്റ്റേഷൻ നമ്പറും സീരിയൽ നമ്പറും കുറിച്ചുവെക്കുക. ഓക്കെ. 2. BLO വരുമ്പോൾ സഹകരിക്കുക. രസീത് വാങ്ങുക. നവംബർ 4-നും ഡിസംബർ 4-നും ഇടയ്ക്ക് BLO വരുമ്പോൾ കറക്റ്റായി ഫോം പൂരിപ്പിക്കുക, ഫോട്ടോ കരുതുക. അവര് സൈൻ ചെയ്തു തരുന്ന രസീത് കളയാതെ സൂക്ഷിക്കുക. 3. വേണ്ടിവരുന്ന രേഖകൾ ഓർക്കുക. നിങ്ങൾ 2002 ലിസ്റ്റിലില്ലാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ 2004-ന് ശേഷം ജനിച്ച ആളാണെങ്കിൽ ചില രേഖകൾ, ജനന സർട്ടിഫിക്കറ്റ്, SSLC, പാസ്പോർട്ട്, പേരൻസിന്റെ രേഖ പിന്നീട് കാണിക്കേണ്ടി വരുമെന്ന് ഓർക്കുക. അതിന്റെ ഒറിജിനൽ കയ്യിൽ വെക്കുക. ശരി. 4. കരട് പട്ടിക നിർബന്ധമായും നോക്കുക. ഡിസംബറിൽ ഡ്രാഫ്റ്റ് റോൾ വരുമ്പോൾ പേരും വിവരവും കറക്റ്റാണോന്ന് ഉറപ്പാക്കുക. തെറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തെളിവ് വച്ചു പരാതി കൊടുക്കുക. 5. 5. വീട്ടിലെല്ലാവരും ഫോം കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് പ്രധാനമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന എല്ലാവരും, വീട്ടിലെ എല്ലാ മെമ്പർമാരും ഈ SIR ഫോം ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ആരെങ്കിലും ഈ ഫോം കൊടുത്തില്ലെങ്കിൽ അവരുടെ പേര് ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു രേഖ പറയുന്നത്. പിന്നീട് ഹിയറിംഗ് ഒക്കെ ഉണ്ടാവുമെങ്കിലും ആ റിസ്ക് എടുക്കാതിരിക്കാൻ ഫോം കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ വീട്ടിലെല്ലാവരും കൊടുക്കുന്നുണ്ടോന്നും ശ്രദ്ധിക്കണം. അതെ, ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ SIR പ്രക്രിയയെ ഇത്ര കാര്യമായിട്ട് കാണേണ്ടത്? വെറും വോട്ടർ ലിസ്റ്റ് പുതുക്കൽ എന്നതിനപ്പുറം എന്തെങ്കിലും പ്രാധാന്യമുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെ. ഒന്നാമതായി ഇത് നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കാനാണ്. ലിസ്റ്റിൽ പേരില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. വിവരങ്ങൾ കറക്റ്റാണെങ്കിൽ ഇലക്ഷൻ പ്രോസസ് എളുപ്പമാവും. പക്ഷെ അതിനപ്പുറം നമുക്ക് കിട്ടിയ ഒരു രേഖയിലുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം. ഭാവിയിൽ ചിലപ്പോൾ ഒരു ദേശീയ പൗരത്വ രജിസ്റ്റർ NRC ഒക്കെ വന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരാളുടെ പൗരത്വം തെളിയിക്കാനുള്ള ഒരു അടിസ്ഥാന രേഖയായിട്ട് ഈ പുതുക്കിയ വോട്ടർ ലിസ്റ്റും ചിലപ്പോ പരിഗണിക്കപ്പെട്ടേക്കാം. അങ്ങനെയൊരു ആശങ്ക ആ രേഖ പങ്കുവെക്കുന്നുണ്ട്. ഇത് നടക്കുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്രോസസ്സിനെ വെറും ലിസ്റ്റ് പുതുക്കലായി കാണാതെ നമ്മുടെയും വീട്ടുകാരുടെയും വിവരങ്ങൾ കറക്റ്റായി രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത് ഒരു ലോങ് ടേം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഈ വിവരങ്ങൾ നമ്മുടെ വീട്ടുകാരോടും കൂട്ടുകാരോടും അയൽക്കാരോടുമൊക്കെയൊന്ന് പറയുന്നതും അവരെ ഓർമ്മിപ്പിക്കുന്നതും നല്ലതായിരിക്കുമല്ലേ? തീർച്ചയായും. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഒറ്റയടിക്ക് കേട്ടാൽ കുറച്ച്
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും ഈ SIR പ്രക്രിയ ശരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്താൽ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? അതെ. നമ്മളെ ഫോമുകൾ, 2002 ലിസ്റ്റിൻ്റെ ഒരു അപ്രതീക്ഷിത പ്രാധാന്യം, പിന്നെ വേണ്ടിവരുന്ന രേഖകൾ, BLO എപ്പോൾ വരും, കരട് പട്ടിക, ഫൈനൽ ലിസ്റ്റ്, പരാതി കൊടുക്കാനുള്ള വഴികൾ, ഇതൊക്കെ സംസാരിച്ചു. ഇവിടെ നമ്മൾ നോക്കിയൊരു രേഖയിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ പ്രോസസ്സിൻ്റെ ഒരു കോംപ്ലക്സിറ്റി കാരണം, അല്ലെങ്കിൽ 20 കൊല്ലം പഴയ ലിസ്റ്റ് വെക്കുന്നത് കാരണം, ചിലപ്പോൾ ഇത് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. സ്വാഭാവികമാണ്. അതെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആലോചിക്കാവുന്ന ഒരു കാര്യം. അതായത് ഈ ഒഫീഷ്യൽ പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നു, അതിനോടൊപ്പം നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും താമസം, വോട്ടവകാശം, ജനനം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും, പഴയ വോട്ടർ ID, റേഷൻ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, സ്ഥലത്തിന്റെ ആധാരം, ഇങ്ങനെയുള്ളതെല്ലാം കൃത്യമായിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു പേഴ്സണൽ ഫയലായിട്ട് ഡിജിറ്റലായോ അല്ലാതെയോ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭാവിയിൽ എന്താവശ്യം വന്നാലും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായും. അത് വളരെ വളരെ പ്രാക്ടിക്കലായ ദീർഘവീക്ഷണമുള്ള ഒരു ചിന്തയാണ്. എന്തായാലും ഇന്നത്തെ ഈ വിവരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. അതെ. അപ്പോൾ അടുത്ത തവണ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.